കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ നേരത്തെ അറിയുന്നതാണ്. ബഹുമാനപ്പെട്ട ഇവിടെ നിന്നുള്ള MLA മാർ നിയമസഭയിൽ കാസർഗോഡുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ കാലങ്ങളായി ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നത് ആണല്ലോ, കേൾക്കുന്നതാണ്. ഒരു അതിർത്തി ജില്ല എന്നുള്ള നിലക്കുള്ള പ്രശ്നങ്ങളുണ്ട്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഈ പറഞ്ഞ ഇപ്പോൾ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച സ്കൂളുകളില്ലാത്ത കുമ്പടാജ് പോലുള്ള പ്രദേശങ്ങളിൽ പഞ്ചായത്തുകളിലെ പ്രശ്നങ്ങൾ ഇന്നലെയും ഇന്നുമായി ബന്ധപ്പെട്ട MLA-യും ജനപ്രതിനിധികളും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും അത്തരം വിഷയങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും. പലയിടത്തും LP സ്കൂൾ മാത്രമുണ്ട്, അവിടെ UP സ്കൂളില്ലാത്ത, ഹൈസ്കൂളില്ലാത്ത ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ. അപ്പോൾ ഞങ്ങൾ പൊതുവിൽ സംസ്ഥാനത്ത് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പാക്കേജ് തയ്യാറാക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രാഥമിക വിദ്യാലയങ്ങളില്ലാത്ത പ്രദേശങ്ങൾ എന്നുള്ളത് അത് വളരെ റെയറായിട്ടുള്ള 1-2 കേസേ ഉള്ളൂ. വളരെ ഭൂമിശാസ്ത്രപരമായ ചില സങ്കീർണതകളുള്ള പ്രദേശങ്ങളിലാണ് അത് ഇല്ലാത്തത്. പിന്നീടുള്ളത് UP സ്കൂളില്ല, അതുപോലെ തന്നെ ഹൈസ്കൂളില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി ഒരു പാക്കേജ് അത്യാവശ്യമായി വരുന്ന പ്രദേശങ്ങളിൽ സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനും പുതിയത് സ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ വൈകാതെ ഈ ഒരു പീരീഡിൽ നടപ്പാക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയാണ്. സവർക്കറിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ചോദ്യാവലി ഇവിടെ ഉപജില്ലകളിലെ സ്കൂളുകളിലേക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായി. അതിൽ ഒരു അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച അല്ലെങ്കിൽ ബോധപൂർവം എങ്ങനെയാണ് വകുപ്പ് മനസ്സിലാക്കുന്നത് ഒരു പ്രാഥമിക അന്വേഷണത്തിന് ശേഷം? അല്ല, വിദ്യാഭ്യാസ വകുപ്പിൽ ഇതുപോലുള്ള പല പാഠ്യേതര പ്രവർത്തനങ്ങളുണ്ട്. അതിന് അംഗീകൃതമായ ഒരു കലണ്ടറുണ്ട്, അംഗീകരിച്ച പ്രവർത്തികളുണ്ട്, കലണ്ടറുണ്ട്. ഈ പറഞ്ഞ ക്വിസ് കോമ്പറ്റീഷൻ ഇതിലൊന്നും പെടുന്നതല്ല. ഇത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രാദേശികമായി സംഘടിപ്പിച്ചതാണ്. അപ്പം ഏത് പ്രവൃത്തിയായാലും നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരാണ്, അധ്യാപകരാണ്. അവിടെ പാലിക്കേണ്ട ചില ഡിസിപ്ലിനുണ്ട്. അതൊന്നും പാലിക്കാതെ തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതികൾ ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. അപ്പോൾ അതിലങ്ങനെയുള്ള ചില അച്ചടക്ക പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ ഗുരുതരമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണെന്നുള്ളതും വ്യക്തമാണ്. അപ്പം അതുകൊണ്ടാണ് ഇതൊന്നും ഇങ്ങനെ തങ്ങളുടെ ജോലിയിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ, ഇങ്ങനെ അവരവരുടെ താല്പര്യങ്ങളും ആശയങ്ങളും നടപ്പാക്കാനൊന്നും ശ്രമിക്കുന്നത് ശരിയല്ല. അതിനെക്കുറിച്ച് വളരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോയത്. ഞാൻ ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അത് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷനോട്, സെക്രട്ടറിയോടും വിഷയം അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ച് വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായി ഇന്നയാൾ ആണിത് ചെയ്തത് എന്നുള്ള റിപ്പോർട്ട് വന്നു. സ്വാഭാവികമായും അദ്ദേഹം തെറ്റാണ് ചെയ്തതെന്ന് റിപ്പോർട്ട് വരുമ്പോൾ നടപടി ഉണ്ടാവും. ആ നടപടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും അതിൽ അന്വേഷണമുണ്ട്. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ആ അന്വേഷണത്തിന്റെ കൂടി റിപ്പോർട്ട് ചെയ്ത് വരട്ടെ, അപ്പോഴാണ് അതിന്റെ അന്തിമമായ തീർപ്പുണ്ടാവുക. അധ്യാപകന്റെ പേര് മാത്രമാണ് വന്നേക്കുന്നത്. അദ്ദേഹത്തിന് നേതൃത്വത്തിൽ ഒരു വട്ടം അധ്യാപകർ ചെയ്തതാണ് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ആരൊക്കെയാണ് തിരിച്ചറിഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ പ്രഥമ ദൃഷ്ട്യ ഇദ്ദേഹത്തെ കുറിച്ചാണ് ആരോപണമുള്ളത്. ഈ പ്രവൃത്തിയിൽ മറ്റാർക്കെങ്കിലും പങ്കോ അല്ലെങ്കിൽ അവരും ഇതേപോലെ തങ്ങളുടെ താല്പര്യങ്ങളും ആശയങ്ങളും നടപ്പാക്കി വിദ്യാഭ്യാസ രംഗത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവർക്കും അച്ചടക്ക നടപടി നേരിടേണ്ടി വരും. വഴിയാണ് ഇത് പോയത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള പരിശോധനയും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നടത്തിയില്ല എന്നുള്ളത് ഇപ്പം കലണ്ടറിന്റെ ഭാഗമല്ല എന്ന് പറയുന്നു. പക്ഷേ ഔദ്യോഗികമായാണ് ഇത് സ്കൂളുകളിലേക്ക് എത്തുന്നത്. അല്ല, അതെ, ഇവിടെ എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ഒരു പ്രാദേശികമായി ഈ AEO പരിധിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ
ഈ ചോദ്യം തയ്യാറാക്കുകയും അതിന് ഇത്തരത്തിലുള്ള മറുപടികൾ കൊടുക്കുകയൊക്കെ ചെയ്ത ആളാണ് എന്ന് കൃത്യമായി ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയ ആൾക്കെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഇതിൽ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരും ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊക്കെ നടപടി. മന്ത്രി അതായത് അതിൽ പ്രാദേശികമായി നമ്മൾ ആ ഒരു വിഷയത്തിൽ തന്നെ അതിന്റെ ആവശ്യ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ ഉപജില്ലാ തലത്തിൽ ഞാൻ പറഞ്ഞു ഒരു വിഷയത്തിന്റെ ചുമതലയുള്ള അധ്യാപകരാണ്. അതായത് സ്കൂളിൽ തയ്യാറാക്കിയ ചോദ്യാവലി അല്ല, ഉപജില്ലാ തലത്തിൽ ചുമതലയുള്ള അധ്യാപകർ തയ്യാറാക്കിയതാണ്. അത് എയോ മെയിലിലൂടെയാണ് ഇത് സർക്കുലേറ്റ് ചെയ്തത്. അത് ആ നിലയിൽ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഒഫീഷ്യലായി. അപ്പോൾ അതിലാണ് ഈ ഗുരുതരമായിട്ടുള്ള ഇത് കണ്ടെത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വിഷയത്തിന്റെ ഒരു വിഷയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ ഇപ്പൊ പ്രഥമ ദൃഷ്ട്യാ ഒരാളുടെ പേരിലാണ് അന്വേഷണത്തിൽ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. പിന്നെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തുകൊണ്ട് മറ്റൊരു വന്നില്ല, എന്തുകൊണ്ട് ഇവർ വന്നില്ല, അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമല്ല. അതങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ച് നടപടി സ്വീകരിക്കും. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഇതാണ്, അതിൽ നടപടി സ്വീകരിച്ചു. ഇനി അതിൽ നോ മോർ ക്വസ്റ്റ്യൻ. അവിടുന്ന് തന്നു എന്ന് പറയുന്നു. പക്ഷെ അത് മുഴുവൻ ആലപിക്കുമോ അക്കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവ് ഇപ്പോഴും ഉണ്ട്. അല്ല, അതൊക്കെ ബന്ധപ്പെട്ടവർ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ വന്ദേ മാതരം ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് വന്ന സർക്കുലറുകളാണ് സത്യപ്രതിജ്ഞാ സമയത്ത് ലോക്ഭവൻ എടുത്ത ചില നിലപാടുകളുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതൊന്നും നമ്മൾ വീണ്ടും ആവർത്തിച്ച് ആ കാര്യങ്ങൾ പറയേണ്ടതില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ഈ കാര്യത്തിൽ സ്റ്റേറ്റിന്റെ നിലപാട് എന്താണ്. പിന്നെ ഓരോ മന്ത്രിമാരും അതിലെ നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതില്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ അതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ലോക്ഭവനിൽ നിന്ന് അത്തരമൊരു നിർദ്ദേശമുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി എങ്ങനെയാണ് അത് താഴേക്ക് നൽകിയത്? സർക്കാരിന് ഒരു പോളിസി ഇല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ വിധേയമല്ലേ ചീഫ് സെക്രട്ടറി? അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്? ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു കാര്യത്തിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ക്രോസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതല്ലല്ലോ നമ്മുടെ ഒരു രീതി, അതിന്റെ ആവശ്യം. അതുകൊണ്ട് ഞാൻ പറയട്ടെ സാധാരണഗതിയിൽ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഭാഗമായി വരുന്ന സർക്കുലറുകൾ അങ്ങനെ ഫോർവേഡ് ചെയ്യപ്പെടാം. അതിൽ ഒരു പോരായ്മയുണ്ട്, അതിൽ ചില രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് കറക്റ്റ് ചെയ്യുക. അപ്പോ അതിവിടെ മുഖ്യമന്ത്രി കറക്റ്റ് ചെയ്തു, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല. ഈ സ്കൂളുകളിൽ ഇപ്പം റാഗിംഗ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സ്കൂളുകളിൽ കാസർഗോഡിലെ ഒരുപാട് സ്കൂളുകളിൽ റാഗിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കോളേജുകളിൽ ആന്റി റാഗിംഗ് സെല്ലുകളുണ്ട്, പക്ഷെ സ്കൂളുകളിൽ അത്ര കണ്ട് സജീവമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും നടപടി വിദ്യാഭ്യാസ അത് പിന്നീട് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി, അതായത് സ്കൂളിൽ നിന്ന് എൻക്വയറി നടത്തി റിപ്പോർട്ട് കൊടുത്താൽ മാത്രം പോലീസിന് അതിൽ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള അന്വേഷണം ഉണ്ടാകുന്നില്ല, റിപ്പോർട്ട് കൊടുക്കപ്പെടുന്നില്ല. സ്വാഭാവികമായിട്ട് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയയായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് +1 കുട്ടികൾക്കാണ് ഇത് അനുഭവം ഉണ്ടാകുന്നത്. ഈ സ്കൂളിലെ റാഗിംഗ് പ്രശ്നം എന്നുള്ളത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ പൊതുവെ നമ്മൾ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ രൂക്ഷമായിട്ട് വരുന്നത് കലാലയങ്ങളിലാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഒരു നിയമമുണ്ട്, റാഗിംഗ് വിരുദ്ധ നിയമമുണ്ട്. അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തണം എന്ന ഒരു നിർദ്ദേശം ആ പൂക്കോട് വെറ്റിനറി കോളേജിലുണ്ടായ കുട്ടിയുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ട്. നിയമനിർമ്മാണങ്ങൾക്കായി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അത്തരമൊരു ബില്ല് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അതിന്റെ ചർച്ചകൾ നടക്കുന്നത്. ഈ പറഞ്ഞ പോലെ സ്കൂളുകളിൽ അത് കൂടി വരുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ആലോചിക്കാം. സ്കൂളിനെ കൂടി അതിൻ്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ ഉള്ളത് അധികം ഈ സീനിയർ ജൂനിയർ തർക്കങ്ങളും ഒക്കെയാണ്. നമ്മുടെ കുട്ടികളാണ്, പരമാവധി അതൊക്കെ സൗഹൃദപൂർണമായി പരിഹരിക്കാനുള്ള ഒരു രൂപമാണ് ഉണ്ടാവേണ്ടത്. എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ മാരകമായ പരിക്കുകൾ ഏൽക്കുക എന്നുള്ളതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനൊരു കൃത്യമായ മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ റാഗിങ്ങിന്റെ കാര്യത്തിൽ ഇപ്പം നിലവിലുള്ള നിയമം ശാക്തീകരിക്കാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഈ വിഷയങ്ങളൊക്കെ അതിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇന്ന് ഈ ഉദ്ഘാടനത്തിന് നേരത്തെ തീരുമാനിച്ച ഷെഡ്യൂളിലോ ഈ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ഒരു മേഖലാ ഓഫീസിൽ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ആ ഉദ്ഘാടനം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാദേശികമായി സമ്മർദ്ദം ചെലുത്തുന്നത് നഗരത്തിലേക്ക് മാറ്റുന്നതിന് അത് അത്തരം പ്രശ്നം കൊണ്ടാണ് മാറ്റിയതെന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും പ്രശ്നം?
അതിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അപ്പം നിലവിലൊരിടത്ത് അത് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വാഭാവികമായിട്ടൊരു ഓഫീസ് പ്രവർത്തിക്കുന്ന പ്രദേശത്ത് അത് അവിടുന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ചില കൺസൾട്ടേഷൻ്റെ കാര്യത്തിൽ ആവശ്യമാണ്. അതില്ലാതെയാണ് പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ എവിടെയാണ് ഇനി അല്ല, ഇനി ഞാൻ പറഞ്ഞില്ലേ, പ്രവർത്തിക്കുക? അല്ല അത് ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കേണ്ട കാര്യം. ഇപ്പോൾ അതൊരു സ്ഥലത്ത് ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാനിടയായ സാഹചര്യം എന്താണ്, അതിൻ്റെ പിന്നെ വേറെന്തെങ്കിലും പുതിയ ആവശ്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളതൊക്കെ പരിശോധിക്കണം. അപ്പോൾ പരിശോധിച്ചിട്ട് പറയാം. തൽക്കാലം അത് നിർത്തിവെച്ചു. പ്രാദേശികമായി രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുകയാണ്. അത് രാഷ്ട്രീയ സമ്മർദ്ദമല്ല. രാഷ്ട്രീയ സമ്മർദ്ദം എന്ന് പറയുന്നത് എന്താ, ജനങ്ങളുടെ ആവശ്യം. രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളിൽ നിന്നുള്ള ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ പാർട്ടികൾ പറയാം, ചിലപ്പോൾ മറ്റ് സംഘടനകൾ പറയാം. ഏതായാലും അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് മാറുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തീർച്ചയായും അത് പരിശോധിച്ചിട്ടേ ചെയ്യും.